ഇതിൽ ഡയറക്റ്റ് ഫോം 1 ഓൾറെഡി സ്ട്രക്ചർ അറിയാം. ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ടാണ് നമ്മൾ കാസ്കേഡ് ഫോമും പാരലൽ ഫോമും റിയലൈസ് ചെയ്തത്. കാസ്കേഡ് ഫോമിന്റെ പാരലൽ ഫോമിന്റെയും പ്രൊസീജിയർ നമുക്കറിയാം. ദെൻ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസറിനെ നമ്മൾ ഡയറക്റ്റ് ഫോം 2 ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ടാണ് റിയലൈസ് ചെയ്തത്. Okay, so today let us start the last type of filters, that is lattice ladder structure. Different type of filters in the problems നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. വീണ്ടും ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഓരോ ടൈപ്പ് പ്രോബ്ലം കൂടെ പറഞ്ഞു തന്നിരുന്നു. പാരലൽ ഫോം സ്ട്രക്ചറിലും കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഈ ക്ലാസ്സിന് ശേഷം നോക്കാം. പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഞാൻ ഈ PPT ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ചൊക്കെ നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അതിലൊന്നും പെടാത്ത പ്രോബ്ലംസ് നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. So this is today's class, lattice structure of IIR system. അപ്പോൾ ഇവിടെ നമ്മുടെ IIR ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കുക. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? ഇതാണ് നമ്മുടെ IIR ഫിൽറ്ററിന്റെ ലാറ്റിസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ HOZ. IIR ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മീൻസ് ഇവിടെ നമ്മൾ ഈ കേസിൽ ലാറ്റിസ് സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് ലാറ്റിസ് സ്ട്രക്ചറും അതേപോലെ ലാറ്റിസ് ലാഡർ സ്ട്രക്ചറും ഉണ്ട്. അപ്പൊ ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ വരയ്ക്കണമെങ്കിൽ ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ലാറ്റിസ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കും. അതിനുശേഷം കുറച്ച് മോഡിഫിക്കേഷൻ ഈ ലാറ്റിസ് സ്ട്രക്ചർ നമുക്ക് ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ കിട്ടും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ലാറ്റിസ് സ്ട്രക്ചർ നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ ലാറ്റിസ് സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിനെ ഒരു ഓൾ പോൾ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓൾ പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ പോൾസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പോൾസ് എന്ന് മീൻസ് എന്താണ്? പോൾസ് ആൻഡ് സീറോസ് നിങ്ങൾക്ക് അറിയാലോ. പോൾസും സീറോ എന്നും പറഞ്ഞാൽ എന്താ? പോൾസ് എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിനെ നമ്മൾ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്താൽ കിട്ടുന്ന റൂട്ട്സ്, അതാണ് പോൾസ്. അതേപോലെ ന്യൂമറേറ്ററിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്താൽ കിട്ടുന്ന റൂട്ട്സ്, അതാണ് സീറോസ്. ഇവിടെ ഇതൊരു ഓൾ പോൾ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലാറ്റിസ് സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് നമ്മുടെ IIR ഫിൽറ്ററിനെ ഒരു ഓൾ പോൾ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാകുമ്പോൾ ഇതിനകത്ത് പോൾസ് മാത്രമേ വരുന്നുള്ളൂ, ഇവിടെ സീറോസ് ഇല്ല. അതുകൊണ്ടാണ് ന്യൂമറേറ്ററിൽ 1 എന്നുള്ള ടേം വന്നത്. 1/1 + സിഗ്മ k = 1 to n an z⁻⁻ k എന്നതാണ് നമ്മുടെ ഈ ഓൾ പോൾ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ ഈ ഡിനോമിനേറ്റർ ടേമിനെ നമുക്ക് എഴുതാൻ ഒരു എളുപ്പത്തിന് ജസ്റ്റ് ഒരു an(z) എന്ന് റെപ്രസെന്റ് ചെയ്തു. ഈ എൻ്റെ ഡിനോമിനേറ്റർ ടേമിനെ an(z) എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇത് ഇവിടെ തന്നിരിക്കുന്ന ഈ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇക്വേഷൻ HOZ ആണ്. ഇനി അതിനെ നമുക്ക് ഡിഫറൻസ് ഇക്വേഷൻ ഫോമിൽ എഴുതാം. നിങ്ങൾക്കറിയാം, നമ്മൾ ഇതുവരെ പ്രോബ്ലം ചെയ്തതാണ്. ഡിഫറൻസ് ഇക്വേഷൻ ഫോമിലേക്ക് എഴുതാൻ നമ്മൾ എന്ത് ചെയ്യണം? HOZ-നെ YOZ/XOZ എന്ന് എഴുതണം. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് YOZ എന്താണെന്ന് എഴുതണം. YOZ-ൽ നിന്നും നമുക്ക് n ഡൊമൈൻ അല്ലെങ്കിൽ ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് Y(n) കിട്ടും. അങ്ങനെ കിട്ടിയിരിക്കുന്ന Y(n)ന്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ HOZ-ന്റെ ഇക്വേഷനിൽ നിന്നും YOZ-ന്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. So this is the equation for Y(n). ഇത് നിങ്ങൾ പ്രൊസീജിയർ അറിഞ്ഞാൽ മതി, ഡെറിവേഷന്റെ ആവശ്യമില്ല. എങ്ങനെയാണ് ഈ സ്ട്രക്ചറിലേക്ക് വന്നിരിക്കുന്നത് എന്ന് കാണിക്കാനാണ് ഇക്വേഷൻ. നമുക്ക് എക്സാമിന് ചോദിക്കുക, ഒരു ടിപ്പിക്കൽ പ്രോബ്ലം തരും, എന്നിട്ട് അത് വെച്ചിട്ട് ലാറ്റിസ് സ്ട്രക്ചർ വരയ്ക്കാനാണ് പറയുക, അല്ലെങ്കിൽ ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറയുക. അപ്പോൾ HOZ കിട്ടി. ഇനി അതിൽ നിന്ന് നമ്മൾ Y(n) ഡിഫറൻസ് ഇക്വേഷൻ എഴുതി. ഡിഫറൻസ് ഇക്വേഷന്റെ ഇതിൽ നിന്നും ഇതേ ഇക്വേഷനിൽ നിന്ന് നമുക്ക് X(n)ന്റെ ഇക്വേഷൻ വേണമെങ്കിൽ X(n)നെ മാത്രം റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്ത് ബാക്കി ടേംസിനൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. അങ്ങനെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ആണ് ഇത്. X(n) = Y(n). ഇത് മൈനസ് ആയിരുന്നു, ലെഫ്റ്റിലേക്ക് എടുത്തപ്പോൾ പ്ലസ് ആയി. Y(n) + സിഗ്മ k = 1 to n the remaining time. സോ നമുക്ക് X(n)ന്റെ ഇക്വേഷൻ കിട്ടി.
ഇനി സപ്പോസ് ദ വാല്യൂ ഓഫ് എൻ, ഇവിടെ എൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്. അപ്പൊ എൻ സിംഗിൾ സ്റ്റേജ് ഉള്ള ഒരു ലാറ്റിസ് സ്ട്രക്ചർ ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ എൻ 1 ആയിരിക്കും. അപ്പം എൻ 1 ആണെങ്കിൽ ഇവിടെ ഈ എന്നിന്റെ പ്ലേസിൽ നമുക്ക് 1 കൊടുക്കാം. ഇവിടെ കെ വിൽ ബി വേരീസ് ഫ്രം 1 to n ആണ്. ഇവിടെ n 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു വൈ ഓഫ് എൻ പ്ലസ് ഇതെന്തായി മാറും? കെ ഈക്വൽ ടു 1 to 1, അതായത് കെക്ക് 1 എന്നുള്ള ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അതായത് എന്നിന്റെ വാല്യൂ 1 ആണ്. സോ എ n 1 ആണ്, എ 1 ഓഫ് കെയും 1 ആണ്. അപ്പോൾ എ 1 ഓഫ് 1 ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് കെ, കെ ഇവിടെ 1 ആണ്. അപ്പോൾ വൈ ഓഫ് എൻ മൈനസ് 1. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റേജസ് 1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ് ഓഫ് എന്നിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഇനി ഈ ഇക്വേഷനെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ലാറ്റിസ് സ്ട്രക്ചർ ആണ് ഇവിടെ വരച്ചിരിക്കുന്ന ഈ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഇവിടെ വൈ ഓഫ് എൻ ഒരു ഇൻപുട്ട്, നമ്മുടെ ഈ ഫിൽറ്ററിന്റെ ഇൻപുട്ട് എക്സ് ഓഫ് എൻ ആയിട്ട് മാർക്ക് ചെയ്തു, ഔട്ട്പുട്ട് വൈ ഓഫ് എൻ ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഈ സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുറച്ച് പാരാമീറ്റേഴ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എക്സ് ഓഫ് എന്നിന് പകരം നമുക്ക് f1 ഓഫ് എന്നും കൂടെ ആഡ് ചെയ്യാം. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സം f1 ഓഫ് എൻ. നമുക്കത് ഫീഡ്ബാക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നതുകൊണ്ടാണ് എക്സ് ഓഫ് എന്നിന് പകരം, എക്സ് ഓഫ് എൻ എപ്പോഴും ഇൻപുട്ട് ആണെന്ന് നമുക്കറിയാം, അതിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു f1 ഓഫ് എൻ, അതേപോലെ വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു f0 ഓഫ് എൻ എന്നും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു f0 ഓഫ് എൻ. ഇനി ഇവിടെ ഇതൊരു ഡിലേ എലമെന്റ് വഴി പാസ് ചെയ്യുന്നു. അപ്പൊ ഇത് വൈ ഓഫ് എൻ ആണെങ്കിൽ ഇവിടെ വരുന്ന ഔട്ട്പുട്ട് വൈ ഓഫ് എൻ മൈനസ് 1 ആയിരിക്കും. വൈ ഓഫ് എന്നിനെ ഒരു ഡിലേ എലമെന്റ് വഴി പാസ് ചെയ്യിച്ചാൽ ഇവിടെ കിട്ടുന്നത് വൈ ഓഫ് എൻ മൈനസ് 1 ആയിരിക്കും. ഈ പോയിന്റിൽ നമ്മൾ വൈ ഓഫ് എന്നിനെ G0 ഓഫ് എൻ എന്നും കൂടെ റെപ്രസെന്റ് ചെയ്യുന്നു. G0 ഓഫ് എൻ എന്നും കൂടെ റെപ്രസെന്റ് ചെയ്യുന്നു. അതേപോലെ ഇവിടെ നമ്മൾ ഈ ഔട്ട്പുട്ടിനെ G1 ഓഫ് എൻ എന്നും കൂടെ റെപ്രസെന്റ് ചെയ്തു. ഇതൊരു സിംഗിൾ സ്റ്റേജ് ആണ്. സിംഗിൾ സ്റ്റേജ് ലാറ്റിസ് സ്ട്രക്ചർ ആകുമ്പോൾ അതിന്റെ ഇൻപുട്ട് നമ്മളിവിടെ എക്സ് എൻ വൈ എൻ, അതേ അല്ലെങ്കിൽ ഇവിടെ f0 ഓഫ് എൻ, f1 ഓഫ് എൻ, G0 ഓഫ് എൻ, G1 ഓഫ് എൻ, ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക. ഈ ഇക്വേഷൻ നോക്കുക. നമുക്കിവിടെ വൈ ഓഫ് എൻ, എക്സ് ഓഫ് എന്നിന്റെ ഇക്വേഷൻ, 1 സെക്കൻഡ്, ഈ ഇക്വേഷനിൽ നിന്നും വൈ ഓഫ് എൻ എന്താണെന്ന് നോക്കിയേ. വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ് എ. ഈ എക്സ് ഓഫ് എന്നിനെ വൈ ഓഫ് എന്നിനെ മാത്രം ഇവിടെ കീപ്പ് ചെയ്യുക. ഈ ടേമിനെ ഇങ്ങോട്ട് എടുത്തേ. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു a1 ഓഫ് 1, എക്സ് ഓഫ് എൻ മൈനസ് a1 ഓഫ് 1 വൈ ഓഫ് എൻ മൈനസ് 1 എന്നല്ലേ. അപ്പൊ നമുക്ക് വൈ ഓഫ് എൻ ഇവിടെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് വരുന്ന ഈ എക്സ് ഓഫ് എന്നിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? മൈനസ് a1 ഓഫ് 1 വൈ ഓഫ് എൻ മൈനസ് 1 കൂടെ ആഡ് ചെയ്യണം. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ വൈ ഓഫ് എൻ മൈനസ് 1, ഈ ഡിലേ വൈ ഓഫ് എന്നിനെ ഈ ഡിലേ എലമെന്റ് വഴി പാസ് ചെയ്യിച്ചു. അപ്പൊ ഇവിടെ വൈ ഓഫ് എൻ മൈനസ് 1 കിട്ടി. അതൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റിനെ മൈനസ് k1 ആണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ a1 ഓഫ് 1 എന്നുള്ള ടേം തന്നെ അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ എളുപ്പത്തിന് ഇവിടെ k1 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. മൈനസ് a1 ഓഫ് 1നെ എന്തെന്ന് റെപ്രസെന്റ് ചെയ്തു? മൈനസ് k1 എന്ന് റെപ്രസെന്റ് ചെയ്തു. ആ രണ്ട് വൈ ഓഫ് എൻ മൈനസ് 1 a1 ഓഫ് 1നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത ഔട്ട്പുട്ട് ഇവിടെ എത്തി. അതും എക്സ് ഓഫ് എന്നുമായിട്ട് ആഡ് ചെയ്തു. സോ അതാണ് നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. വൈ ഓഫ് എൻ ആയിട്ട് കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻ ഇംപ്ലിമെന്റ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് G1 ഓഫ് എൻ, G1 ഓഫ് എൻ കിട്ടാനായിട്ട് ഇവിടെ G1 ഓഫ് എന്നിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. G1 ഓഫ് എൻ ഇസ് ഈക്വൽ ടു K1 F0 ഓഫ് എൻ പ്ലസ് G0 ഓഫ് എൻ മൈനസ് 1. അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങോട്ട് ഈ താഴോട്ട് വരച്ചിരിക്കുന്നത്. ഇവിടെ K1 ഇൻറ്റു ഇത് ഞാൻ പറഞ്ഞു ഇത് F0 ഓഫ് എൻ ആണ്. സോ F0 ഓഫ് എൻ ഇൻറ്റു ദിസ് K1, ഇവിടെ F0 ഓഫ് എൻ ഇൻറ്റു K1 വന്നു, പ്ലസ് ഇത് G0 ഓഫ് എൻ ആണ് ഇവിടെ വരുന്ന പോയിന്റ്. അത് ഡിലേ എലമെന്റ് വഴി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ വരുന്നത് G0 ഓഫ് എൻ മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ പ്രൊഡക്റ്റും ഇതും കൂടെ G0 ഓഫ് എന്നും കൂടെ ആഡ് ചെയ്ത് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. അതാണ് നമ്മുടെ G1 ഓഫ് എൻ. അപ്പൊ ഈ ഇക്വേഷനും ഈ G1 ഓഫ് എന്നിന്റെ ഇക്വേഷനും വൈ ഓഫ് എന്നിന്റെ ഇക്വേഷനും കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രക്ചർ ആണ് ഇവിടെ ലാറ്റിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻറ്റയർ സ്ട്രക്ചർ ആണ് ലാറ്റിസ് സ്ട്രക്ചർ, സിംഗിൾ സ്റ്റേജ്. ഇനി അതിനെ 2 സ്റ്റേജ് വരുമ്പോഴത്തേക്ക് എന്ത് വരും നോക്കുക. ഇപ്പൊ ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ F2 ഓഫ് എൻ എന്ന് റെപ്രസെന്റ് ചെയ്യും. വൈ ഓഫ് എൻ എന്നുള്ളത് എക്സ് ഓഫ് എൻ മൈനസ് a2 ഓഫ് 1 വൈ ഓഫ് എൻ മൈനസ് 1 മൈനസ് a2 ഓഫ് 2 വൈ ഓഫ് എൻ മൈനസ് 2. നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇത്ര ഓർത്താൽ മതി.
നമ്മുടെ ലാറ്റിസ് സ്ട്രക്ചറിന്റെ ഷേപ്പ് ഇതാണ്. ഇവിടെ ക്യാപിറ്റൽ എൻ എന്നുള്ളത് 2 വന്നതുകൊണ്ട് ഇവിടെ 2 സ്റ്റേജ് ഉണ്ട്. ക്യാപിറ്റൽ എൻ 1 ആയിരുന്നെങ്കിൽ നമ്മൾ ഇത്ര മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ, ഒറ്റ സ്റ്റേജ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ക്യാപിറ്റൽ എൻ 2 ആയതുകൊണ്ട് ഇവിടെ 2 സ്റ്റേജ് വന്നു, നമുക്ക് 2 സ്റ്റേജ് വന്നു. അത്രയും കാര്യങ്ങൾ ഓർക്കുക. പിന്നെ എത്ര സ്റ്റേജ് ആണെങ്കിലും നമ്മളിവിടെ നമ്മളിവിടെ കൊടുക്കുന്ന എക്സ് ഓഫ് എൻ ആയിരിക്കും, ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് വൈ ഓഫ് എൻ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 2 സ്റ്റേജ് ആയതുകൊണ്ട് നമ്മളിവിടെ 2 ഡിലേ എലമെന്റ് യൂസ് ചെയ്യുന്നു. സിംഗിൾ സ്റ്റേജ് ആയിരുന്നപ്പോഴോ ഇവിടെ ഒറ്റ ഡിലേ എലമെന്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 സ്റ്റേജ് വന്നപ്പോൾ 2 ഡിലേ എലമെന്റ് വേണം. ഇനി ആദ്യത്തെ സ്റ്റേജിന്റെ പാരാമീറ്റേഴ്സ് നമ്മൾ K1 മൈനസ് K1 റെപ്രസെന്റ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജിൻ്റെത് K2 മൈനസ് K2 എന്ന് റെപ്രസെന്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ വരേണ്ട ഔട്ട്പുട്ട് G2 ഇവിടെ വരുന്ന, അതായത് 2 സ്റ്റേജ് ഉള്ളത് കൊണ്ട് തുടക്കം G0 എന്ന് കൊടുക്കുക, പിന്നെ G1 എന്ന് കൊടുക്കുക, പിന്നെ G2 എന്ന് കൊടുക്കുക. ഇവിടെ ആകുമ്പോൾ F0, F1, F2 എന്ന് കൊടുക്കുക. അപ്പൊ ഈ സ്ട്രക്ചറിന്റെ ഈ ഒരു ഷേപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഇത്രയും ഡെറിവേഷൻസും കാര്യങ്ങളും ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സ്ട്രക്ചറിന്റെ ഷേപ്പ് എന്താണ്, ഓരോ സ്ഥലത്തും മാർക്ക് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ 2 സ്റ്റേജ് ആണെങ്കിൽ 3 സ്റ്റേജിലേക്ക് വരുമ്പോൾ എങ്ങനെ വരയ്ക്കാം, n സ്റ്റേജിലേക്ക് വരുമ്പോൾ എങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ ഒരു n സ്റ്റേജ് IER ഫിൽറ്റർ ആണെങ്കിൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്, ഇവിടെ വരെ ഫസ്റ്റ് സ്റ്റേജ്, പിന്നെ സെക്കൻഡ് സ്റ്റേജ്, അങ്ങനെ എക്സെട്ര അപ് ടു ലാസ്റ്റ് സ്റ്റേജ്. ഇതാണ് nth സ്റ്റേജ് എന്ന് പറയുന്നത്, ദിസ് വൺ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എത്ര സ്റ്റേജ് ആണോ തരുന്നത് അത്ര സ്റ്റേജ് IER ഫിൽറ്റർ ലാറ്റിസ് സ്ട്രക്ചർ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കി n സ്റ്റേജ് ആകുമ്പോൾ പാരാമീറ്റേഴ്സ് മാർക്ക് ചെയ്യാൻ ഈ സ്ട്രക്ചർ മനസ്സിൽ വെക്കുക. ദെൻ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. ആദ്യം ഓർക്കേണ്ട പാരാമീറ്റേഴ്സ്, നമ്മുടെ ഇൻപുട്ട് എന്തായാലും എക്സ് ഓഫ് എൻ ആയിരിക്കണം, ഔട്ട്പുട്ട് വൈ ഓഫ് എൻ ആയിരിക്കണം. അപ്പോൾ വൈ ഓഫ് എൻ എന്തോ അത് ഈക്വൽ ടു F0 ഓഫ് എൻ ആയിരിക്കും. ആ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന വാല്യൂ F1 ആയിരിക്കും. F0, F1, F2, ലാസ്റ്റ് സ്റ്റേജ് 0 തുടങ്ങിയത്, നമുക്ക് n വരെയാണ് പോകേണ്ടത്. സോ n-1 എന്നുള്ള വാല്യൂ ഇവിടെ വരും. ഇവിടെ G0 0 തുടങ്ങിയത്, ഇവിടെ G1, G0, G1, G2, Gn. ഓക്കെ, ലാസ്റ്റ് വാല്യൂ Gn. ഇതിന്റെ പാരാമീറ്റേഴ്സ് ഓർക്കുക. ഫസ്റ്റ് സ്റ്റേജ് K1, സെക്കൻഡ് സ്റ്റേജ് K2, തേർഡ് സ്റ്റേജ് K3, ലാസ്റ്റ് സ്റ്റേജ് Kn. ഈ താഴോട്ട് വരുന്നത് പോസിറ്റീവ് വാല്യൂ, മുകളിലോട്ട് പോകുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്, അതും ശ്രദ്ധിക്കാം. ഇത്തരം കാര്യങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. ഈ സ്ട്രക്ചർ മനസ്സിൽ വെക്കുക. അതുകൂടാതെ ഞാൻ പറയുന്ന ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്ന ഇക്വേഷൻസ് ആണ്, എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഈ K1, K2 നമുക്ക് ഈ ഒരു സ്ട്രക്ചർ വരയ്ക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? സ്ട്രക്ചറിന്റെ ഷേപ്പ് അറിയണം, പിന്നെ നമ്മൾ അറിയേണ്ടത് ഈ പാരാമീറ്റർ എന്താണെന്ന് അറിയണ്ടേ, K1, K2, K3 എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ K1, K2, K3 കിട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള പാരാമീറ്റേഴ്സും കൂടെ വേണം. ഓക്കെ, K1, K2, K3 എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രക്ചർ വരയ്ക്കാം, അത്രേ ഉള്ളൂ. K1, K2, K3 കണ്ടുപിടിക്കുകയാണ് നമ്മുടെ എയിം. അപ്പോൾ Km എന്ന് പറഞ്ഞാൽ AM ഓഫ് M ആണ്. AM ഓഫ് എന്ന് പറഞ്ഞാൽ അതായത് K3യുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ A3 ഓഫ് 3 ഈ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. K2 കണ്ടുപിടിക്കണമെങ്കിൽ A2 ഓഫ് 2. ഓക്കെ, അപ്പോൾ K1 ആണെങ്കിൽ A1 ഓഫ് 1, K4 ആണെങ്കിൽ A4 ഓഫ് 4. ഈ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ എയിം. അപ്പോൾ ഈ A4 ഓഫ് 4 അല്ലെങ്കിൽ A3 ഓഫ് 3 കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ വേണ്ടേ? അതിനുള്ള ഇക്വേഷൻ ആണ് ഇത്. AM-1 ഓഫ് K is equal to AM of K minus AM of M into AM of M minus K divided by 1 minus AM square into M. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. ഇതിനകത്ത് വേറെ ഓപ്ഷൻ ഇല്ല, ഈ ഇക്വേഷൻ ബൈഹാർട്ട് പഠിക്കുക. അപ്പൊ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ എമ്മിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. അതിൽ നമ്പർ ഓഫ് സ്റ്റേജസ് ആയിരിക്കും വരിക. എമ്മിന്റെ വാല്യൂം കെയുടെ വാല്യൂം ഡിഫറെന്റ് വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇവിടെ നിന്നും ഈ A3 ഓഫ് 3, A2 ഓഫ് 2 എക്സെട്ര, അതായത് K1, K2, K3, K4 കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചാൽ നമ്മൾ എത്ര സ്റ്റേജ് ആണോ അത്രയും സ്റ്റേജ് വരച്ച് K1, K2, K3യുടെ വാല്യൂസ് എഴുതി വെച്ചാൽ മതി. അതാണ് ലാറ്റിസ് സ്ട്രക്ചർ. ഓക്കെ, ഇനി ഈ ലാറ്റിസ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ നമുക്ക് അത് ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ ആയിട്ട് മാറും. അപ്പൊ ലാറ്റിസ് ലാഡർ സ്ട്രക്ചറിന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞു ലാറ്റിസ് സ്ട്രക്ചറിന്റെ കേസിൽ നമ്മൾ അതൊരു സിസ്റ്റത്തിന് ഒരു ഓൾ പോൾ സിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ സിസ്റ്റത്തിന് പോൾസും സീറോസും ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുക, ന്യൂമറേറ്റർ ടേം 1 അല്ല, ന്യൂമറേറ്റർ ടേം ഒരു ടിപ്പിക്കൽ വാല്യൂ സെറ്റ് ട്രാൻസ്ഫോം ഉണ്ട്. അതേപോലെ തന്നെ ഡിനോമിനേറ്റർ ടേമും ഉണ്ട്. അതായത് ഈ സിസ്റ്റം എങ്ങനെയുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്? സിസ്റ്റം ഈസ് ഹാവിംഗ് ബോത്ത് പോൾസ് ആൻഡ് സീറോസ്.
അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ വരയ്ക്കുമ്പോഴത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ഇതിനെ ഒരു ഓൾ പോൾ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യും. അതായത് 1 ഇത് മാത്രം കൺസിഡർ ചെയ്യും. എന്നിട്ട് ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ വരച്ച ശേഷം നമ്മൾ സം കോഎഫിഷ്യൻസും കൂടെ ആഡ് ചെയ്ത് അതിനെ ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതെങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ മുകളിലെ ഭാഗം, അതായത് ഇങ്ങോട്ട് നോക്കുക, ഈ ഒരു ലൈൻ, ഞാൻ ഈ വരച്ച ഈ ലൈനിന് മുകളിലോട്ടുള്ള ഭാഗമാണ് നമ്മുടെ ലാറ്റിസ് സ്ട്രക്ചർ. നമ്മളിപ്പോൾ പഠിച്ച ലാറ്റിസ് സ്ട്രക്ചർ ആണ് അത്. ഓക്കെ, ഇനി ഇതിനെ ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ ആക്കണമെങ്കിൽ ഈ ഡിലേ എലമെന്റിന്റെ ഓരോ മുമ്പിലത്തെ പോയിന്റിൽ നിന്ന് നമ്മൾ ഓരോ കോഎഫിഷ്യന്റ് C0, C1, C2 എക്സെട്ര അപ് ടു CN ഓരോ ഡിലേ എലമെന്റിന്റെ മുമ്പിലും നമ്മളൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു, C0, C1, C2 എക്സെട്ര. എന്നിട്ട് ആ കോൺസ്റ്റന്റ് എല്ലാം ഓരോ സമ്മറിലേക്കായിരിക്കും പോവുക. ആ സമ്മറിന്റെ ഔട്ട്പുട്ട് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അതായത് ഇതാണ് ഈ ഇക്വേഷൻ ആണ് ഇവിടെ റിയലൈസ് ചെയ്തിരിക്കുന്നത്. y of n is equal to Cm gm of m. gm വരെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ലാറ്റിസ് സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് gmന്റെ വാല്യൂ കിട്ടും. അത് ഈ കോൺസ്റ്റന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് എടുത്ത് ഓരോ കോൺസ്റ്റന്റും ഓരോ g വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് എടുത്ത് അതിന്റെ ഫൈനൽ സമ്മാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത്. അപ്പൊ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് വരുന്ന g ഈ കോൺസ്റ്റന്റുമായിട്ട് മൾട്ടിപ്ലൈ ആയി, ഈ G1 ഈ C1 മൾട്ടിപ്ലൈ ആയി, G2 C2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ Gn Cn മൾട്ടിപ്ലൈ ചെയ്തു, ഓരോന്നിന്റെ സം എടുത്തു, അതെടുത്ത് സമ്മറിലേക്ക് കൊടുത്തു. അപ്പൊ ഇവിടെ ഫൈനൽ y of n എന്ന് പറയുന്നത് ഈ ഓരോ പ്രൊഡക്റ്റിന്റെയും സം ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ y of n കിട്ടി. അപ്പൊ ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ ഇതൊരു ലാഡർ പോലെ ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ലാറ്റിസിന്റെ കൂടെ ലാഡർ എന്നുള്ള ഒരു ടൈമും കൂടെ ആഡ് ചെയ്ത് എൻ്റെ സ്ട്രക്ചർ ഇസ് നോൺ ആസ് ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ. അപ്പൊ ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ വരയ്ക്കണമെങ്കിൽ ലാറ്റിസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് മനസ്സിലായി. ഇതിന്റെ കൂടെ ഈ C0, C1, C2 എക്സെട്ര അപ് ടു CN എന്നുള്ള ടൈമും കൂടെ കിട്ടിയാൽ നമുക്ക് ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ വരയ്ക്കാം. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. Cm is equal to Bm minus I equal to m plus 1 to m Ci Ai I minus m, where the value of m varies from m minus 1 etc. up to 0. 0 മുതൽ ക്യാപിറ്റൽ M വരെ, ഇത് m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്. ക്യാപിറ്റൽ M വരെയുള്ള സ്മോൾ എമ്മിന്റെ വാല്യൂസ് വേരി ചെയ്ത് കൊടുക്കുക, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻസ് C0, C1, C2 എക്സെട്ര അപ് ടു CN കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ വരയ്ക്കാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, ഈ പ്രൊസീജിയർ ഒന്നുകൂടെ പറയാം. ലാറ്റിസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ IIR ഫിൽറ്ററിനെ ഒരു ഓൾ പോൾ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ലാറ്റിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് സിംഗിൾ സ്റ്റേജ് ആണെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് എന്തായിരിക്കും, K1 എന്നുള്ള വാല്യൂ ആയിരിക്കും വരിക. ഇൻപുട്ടിൽ Xn, ഔട്ട്പുട്ടിൽ y of n. ഇപ്പൊ സിംഗിൾ സ്റ്റേജ് ആകുമ്പോൾ F0, F1, G0, G1 എന്നുള്ള 2 പാരാമീറ്റേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാവുക. ഇനി അത് 2 സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ n-ന്റെ വാല്യൂ 2 ആയി. അപ്പോൾ ഇൻപുട്ട് X of n, ഔട്ട്പുട്ട് y of n അത് മാറുന്നില്ല. F-ന്റെ വാല്യൂസ് F0, F1, F2, G-യുടെ വാല്യൂസ് G0, G1, G2. ഈ സ്ട്രക്ചർ നമ്മൾ അതുപോലെ വരച്ചു വെക്കുന്നു. അതിനുശേഷം നമ്മൾ K1-ന്റെയും K2-ന്റെയും വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ വാല്യൂ കണ്ടുപിടിച്ച് അതുകൂടെ എഴുതിയാൽ നമ്മുടെ സ്ട്രക്ചർ ആയി. 2 സ്റ്റേജ് ആണെങ്കിൽ. n സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ K1, K2 എക്സെട്ര അപ് ടു Kn എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇവിടെ K-യുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Km is equal to Am of m. അവിടെ ഈ Am of m നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, Am minus 1 of K. ഇനി ഇതിൽ നിന്നും നമുക്ക് ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനെ ഒരു പോൾ സീറോ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ ലാറ്റിസ് സ്ട്രക്ചർ ഫസ്റ്റ് വരയ്ക്കുന്നു, അതിന്റെ കൂടെ സം കോഎഫിഷ്യൻസും കൂടെ ആഡ് ചെയ്താൽ ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ കിട്ടി. അപ്പൊ ഇതാണ് ലാറ്റിസ് ലാഡർ സ്ട്രക്ചറിന്റെ ഷേപ്പ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂസ് C0, C1 എക്സെട്ര ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ Cm, ഈ ഇക്വേഷനോട് എഴുതിയിരിക്കുന്നത്. അതിൽ നിന്നും C കോൺസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ഈ സ്ട്രക്ചർ വരച്ച് അവിടെ എഴുതിയാൽ മാത്രം മതി നമ്മുടെ ലാറ്റിസ് ലാഡർ സ്ട്രക്ചറായി. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു ടിപ്പിക്കൽ പ്രോബ്ലം നോക്കാം. Look at this problem. Convert the following pole zero IR filter into lattice ladder structure. നമുക്കൊരു HZ തന്നിട്ടുണ്ട്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതൊരു പോൾ സീറോ സിസ്റ്റം ആണ്. പോൾസും ഉണ്ട് സീറോസും ഉണ്ട്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടിനും നമുക്ക് റൂട്ട്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പോൾ സീറോ സിസ്റ്റം ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്താണ്? ആദ്യം നമ്മുടെ ന്യൂമറേറ്ററിനെ ഒരു BM of Z, ന്യൂമറേറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ BM of Z എന്ന് അങ്ങ് ഡിനോട്ട് ചെയ്തു.
അതേപോലെ ഡിനോമിനേറ്ററിനെ എൻ ഓഫ് സെഡ് എന്ന് ഡിനോട്ട് ചെയ്തു. ജസ്റ്റ് രണ്ടും എടുത്തെഴുതി. അതിനുശേഷം നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഇത് ഏത് സ്റ്റേജ് ആണ്? എത്ര സ്റ്റേജ് ആണ്? ഇവിടെ ഡിലേ എലമെന്റ് നോക്കുക. ഇവിടെ മാക്സിമം ഡിലേ എലമെന്റ് 3 വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാറ്റിസ് വരയ്ക്കാനായിട്ട് നമ്മൾ ഡിനോമിനേറ്റർ നോക്കുക. ഓൾ പോൾ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ ഡിലേ എലമെന്റ് 3 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിന്റെ വാല്യൂ 3 വരെ പോകാം. ഇവിടെ ഒരു 3 സ്റ്റേജ് ആണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വേണ്ട കോഎഫിഷ്യൻസ് ഈ എ എൻ ഓഫ് സെഡിൽ നിന്നും നമുക്ക് എ എൻ ഓഫ് സെഡ് ആണ്. അപ്പോൾ A3 ഓഫ് സെഡ്, എന്നിന്റെ വാല്യൂ ഇവിടെ 3 ആണ്. ഓക്കെ, 3 സ്റ്റേജ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ A3 ഓഫ് സെഡിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ ഈ കോഎഫിഷ്യന്റിൽ നിന്ന് കിട്ടുക. ഇവിടെ ഈ വാല്യൂ എന്ന് പറയുന്നത് A3 ഓഫ് 0 ആയിരിക്കും. ഈ വാല്യൂ എന്ന് പറയുന്നത് A3 ഓഫ് 1 ആയിരിക്കും. ഇത് A3 ഓഫ് 2 ആയിരിക്കും. ഇത് A3 ഓഫ് 3 ആയിരിക്കും. ഇതുപോലെ സം സ്റ്റാൻഡേർഡ് വാല്യൂസ് ഓഫ് A's നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. എന്നിട്ട് കിട്ടാത്ത വാല്യൂസ് ആണ് നമ്മൾ ഞാൻ പറഞ്ഞ AM-1K എന്നുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഡിനോമിനേറ്റർ ടേമിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് A3 ഓഫ് 0 കിട്ടി, A3 ഓഫ് 1 കിട്ടി, A3 ഓഫ് 2 കിട്ടി, A3 ഓഫ് 3 കിട്ടി. അത്രയും വാല്യൂസ് നമ്മൾ എടുത്തെഴുതി. ഓരോന്നിന്റെ കോഎഫിഷ്യന്റ് A3 ഓഫ് 0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. A3 ഓഫ് 1 എന്ന് പറഞ്ഞാൽ Z⁻⁻1ന്റെ കോഎഫിഷ്യന്റ് ആണ്. A3 ഓഫ് 2 എന്ന് പറഞ്ഞാൽ Z⁻⁻2ന്റെ കോഎഫിഷ്യന്റ് ആണ്. A3 ഓഫ് 3 എന്ന് പറഞ്ഞാൽ Z⁻3യുടെ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ അത്രയും വാല്യൂസ് നിങ്ങൾ എടുത്തെഴുതുക. അതിനുശേഷം ഞാൻ പറഞ്ഞു KM എന്ന് പറഞ്ഞാൽ K എന്ന് പറഞ്ഞാൽ AM ഓഫ് M ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്? 3 സ്റ്റേജ് ആണ്. അപ്പൊ നമുക്ക് ലാറ്റിസ് സ്ട്രക്ചർ വരയ്ക്കണമെങ്കിൽ ഇവിടെ ഏതൊക്കെ വേണം? നമുക്കറിയാം K1 വേണം, K2 വേണം, K3 വേണം അല്ലെ? അപ്പൊ K3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇക്വേഷൻ വെച്ചിട്ട് K3 ഈസ് ഈക്വൽ ടു A3 ഓഫ് 3 ആണ്. A3 ഓഫ് 3 നമുക്ക് ഇവിടെ കിട്ടിയോ? യെസ്, കിട്ടി അല്ലേ? A3 ഓഫ് 3 എന്ന് പറഞ്ഞാൽ 1/3 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമുക്കത് K3 ഓൾറെഡി കിട്ടി, അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്? K3 കിട്ടി, K1 കണ്ടുപിടിക്കണം, K2 കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മുടെ അടുത്ത എയിം. നമ്മുടെ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് K1 ആൻഡ് K2. K3 ഓൾറെഡി വി ഗോട്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ഇക്വേഷൻ എഴുതുക. AM-1 ഓഫ് Kയുടെ ഇക്വേഷൻ എഴുതുക. അതിൽ നിന്നും എമ്മിനും കെയ്ക്കും നമ്മൾ ഡിഫറെന്റ് വാല്യൂസ് കൊടുത്ത് ട്രൈ ചെയ്യുക. അതായത് K1ഉം K2ഉം കിട്ടാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ആദ്യം എനിക്ക് K1 വേണമെന്ന് വിചാരിക്കുക. ഞാൻ ഈ കേസാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് എനിക്ക് ആദ്യം K1 കണ്ടുപിടിക്കണം. K1 എന്ന് പറഞ്ഞാൽ എനിക്കറിയാം A1 ഓഫ് 1 ആണെന്നറിയാം. അപ്പൊ A1 ഓഫ് 1 കിട്ടണമെങ്കിൽ ഞാൻ എമ്മിന് എന്ത് കൊടുക്കണം? Kയ്ക്ക് എന്ത് കൊടുക്കണം? എമ്മിന് എന്ത് കൊടുക്കണം? Kയ്ക്ക് എന്ത് കൊടുക്കണം? ഇത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ AM-1 ഓഫ് K അല്ലേ? നമ്മുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് AM-1 ഓഫ് K ആണ്. അപ്പൊ എനിക്കിവിടെ വേണ്ടത് A1 ഓഫ് 1 ആണ്. അതായത് ഈ പ്ലേസിൽ എനിക്ക് വേണ്ടത് 1 ആണ്. ഇവിടെ 1 കിട്ടണമെങ്കിൽ M എന്തായിരിക്കണം? M2 ആയിരിക്കണം അല്ലെ? അതേപോലെ ഇവിടെ ഈ Kയുടെ വാല്യൂ എനിക്ക് വേണ്ടത് 1. അപ്പൊ Kക്ക് ഞാൻ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ഓക്കെ, അപ്പൊ AM-1 K എന്നുള്ള ഇക്വേഷനിൽ M2ഉം K1ഉം കൊടുത്താൽ എനിക്ക് A1 ഓഫ് 1 കിട്ടും. അപ്പൊ ആ ഇക്വേഷനിൽ ഓരോ എമ്മിന്റെയും കെയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതാണ് ഇത്. ഈ ഇക്വേഷൻ നിങ്ങൾ ആ ഇക്വേഷൻ ജസ്റ്റ് നോക്കുക. അതിനകത്ത് എമ്മിന്റെയും കെയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണിത്. ഇനി നമുക്കിവിടെ അറിയാവുന്ന വാല്യൂസ് ഒക്കെ ഇതിനകത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A2 ഓഫ് 1 നമുക്ക് അറിയാവോ നോക്കിയേ? A2 ഓഫ് 1 ഇപ്പൊ നിലവിൽ നമുക്ക് അറിയത്തില്ല. A2 ഓഫ് 1 നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. ഓക്കെ, A2 ഓഫ് 2 നമുക്കറിയാവോ? ഇവിടെ നോക്കുക, A2 ഓഫ് 2 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നോ? ഇല്ല. A2 ഓഫ് 2 നമുക്ക് അറിയത്തില്ല, അപ്പൊ അതും കണ്ടുപിടിക്കണം. ഇനി A2 ഓഫ് 1 അറിയാമോ? A2 ഓഫ് 1 അറിയത്തില്ല, A2 ഓഫ് 2 അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മനസ്സിലായി ഈ സംഭവങ്ങൾ നമുക്ക് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ A2 ഓഫ് 1 കണ്ടുപിടിക്കുക, A2 ഓഫ് 2 കണ്ടുപിടിക്കുക. അതാണ് നിങ്ങളുടെ നെക്സ്റ്റ് എയിം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകും? A2 ഓഫ് 1 കണ്ടുപിടിക്കാൻ നോക്കും. അതിനുശേഷം A2 ഓഫ് 2 കണ്ടുപിടിക്കാൻ നോക്കും. അപ്പൊ A2 ഓഫ് 1 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? AM-1 Kയുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇതല്ലേ നമ്മുടെ കയ്യിൽ ലാസ്റ്റ് ഈ ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എമ്മിനും കെയ്ക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് കൊടുത്ത് A2 ഓഫ് 1 കണ്ടുപിടിക്കാൻ നോക്കും. അതായത് AM-1 ഓഫ് Kയുടെ ഇക്വേഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് A2 ഓഫ് 1 കിട്ടും? M എന്ത് കൊടുക്കണം? K എന്ത് കൊടുക്കണം? ഇവിടെ AM-1 2 വരണമെങ്കിൽ M എന്തായിരിക്കും?
m-1 2 വരണമെങ്കിൽ m3 ആയിരിക്കും. അതേപോലെ ഇവിടെ കെയുടെ വാല്യൂ 1 വരണം. a-1 k ആണ് ഇവിടെ a2 of 1 എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ k1 ആയിരിക്കണം. അപ്പൊ k1 കൊടുത്തു. ഇനി m = 3 k = 1 എന്നുള്ളത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ജനറൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ആണ് ഇത്. അപ്പൊ ഇവിടെ എന്തൊക്കെ വാല്യൂസാണ് വേണ്ടേ? a3 of 1 വേണം, a3 of 3 വേണം, a3 of 2 വേണം. ഇത് നമ്മുടെ കയ്യിലുണ്ടോ നോക്കി. a3 of 1 ഉണ്ടോ? a3 of 1 ഉണ്ടോ? ഇതേ നമ്മളിവിടെ നമ്മുടെ ഡിനോമിനേറ്ററിൽ നിന്ന് കണ്ടുപിടിച്ച് വെച്ചില്ലേ. a3 of 1 നമ്മുടെ കയ്യിലുണ്ട്. പിന്നെന്താ നമുക്ക് വേണ്ടേ? a3 of 3 വേണം. അതുണ്ടോ? യെസ്, a3 of 3 ഓൾസോ വി ഹാവ്. നെക്സ്റ്റ് നോക്കുക, a3 of 2 നമ്മുടെ കയ്യിലുണ്ടോ നോക്കുക. a3 of 2 ഉണ്ട്. അപ്പൊ ആ വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് ഇവിടെ വേണ്ടത് a3 of 3. അതെല്ലാം അതിന്റെ പ്ലേസിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുക. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് 3/8. ദിസ് ഈസ് a2 of 1. അപ്പൊ നമുക്ക് a2 of 1 ആയി. ഇനി നമുക്ക് ഇവിടെ ഏതായിരുന്നു വേണ്ടത്? a2 of 1 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? a2 of 2 കണ്ടുപിടിക്കണം അല്ലെ. a2 of 2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ a2 of 2 എന്ന് പറഞ്ഞാൽ k2 ആണ്. a2 of 2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം? ജനറൽ ഇക്വേഷൻ a-1 kയുടെ ഇക്വേഷൻ എടുക്കുക. അപ്പൊ ഇവിടെ a2 കിട്ടണമെങ്കിൽ ഇവിടെ m എന്താ നോക്കുക. a2 കിട്ടണമെങ്കിൽ m ഇവിടെ എന്തായിരിക്കണം? 3 ആയിരിക്കണം. ഇവിടെ k2 ആണ്. അപ്പൊ നമ്മൾ എന്തെടുത്തു? m3യും k2വും എടുത്തിട്ട് നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് വന്നു. ഇത് ലാസ്റ്റ് ഇക്വേഷനിലേക്ക് വന്ന് m3യും k2വും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ആണ് ഇത്. ഇവിടെ നമുക്ക് വേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്? a3 of 2 വേണം, a3 of 3 വേണം, a3 of 1 വേണം. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ടോ നോക്കുക. a3 of 2 വേണം, a3 of 3 വേണം, a3 of 1 വേണം. അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഡയറക്ട്ലി നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് 1/2 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ a2 of 2 കണ്ടുപിടിച്ചു, a2 of 1 കണ്ടുപിടിച്ചു. ഇനി നമ്മളിവിടെ ഈ k1 തുടങ്ങി വെച്ചിട്ടാണ് പോയത്. k1 തുടങ്ങിയപ്പോൾ നമ്മുടെ കയ്യിൽ ഈ 3 വാല്യൂസും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പം ബാക്കി കാൽക്കുലേഷനിലേക്ക് പോയത്. ഇപ്പൊ നമ്മൾ ഇത് രണ്ടും കണ്ടുപിടിച്ചു. a2 of 1 നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ a2 of 2 ഉണ്ട്. അഗെയിൻ a2 of 1, a2 of 2. ആ വാല്യൂസ് ഒക്കെ നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ. അതെല്ലാം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഇതാ a2 of 1 എന്ന് പറഞ്ഞ 3/8 കൊടുത്തു, a2 of 2 എന്ന് പറഞ്ഞ 1/2 കൊടുത്തു, a2 of 1 എന്ന് പറഞ്ഞ അഗെയിൻ 3/8 കൊടുത്തു. ഡിനോമിനേറ്ററിലാണെങ്കിൽ 1 മൈനസ് a2 of 2 എന്ന് പറഞ്ഞ 1/2 ആയിരുന്നു. ഇതെല്ലാം കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1/4 കിട്ടി. അപ്പോൾ k1 1/4 കിട്ടി. അപ്പൊ നമുക്ക് വേണ്ട വാല്യൂസ് ഒക്കെ ആയില്ലേ. നമുക്ക് ലാറ്റിസ് സ്ട്രക്ചർ വരയ്ക്കണമെങ്കിൽ വേണ്ടത് k1, k2, k3 ആണ് വേണ്ടത്. അപ്പൊ k1 ആയി, ഇവിടെ k1 ആയി, k2 ആയി. ഓൾറെഡി k3 നമ്മൾ a3 of 3 ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. k3 ആയി. അപ്പൊ k1, k2, k3 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ലാറ്റിസ് സ്ട്രക്ചർ വരയ്ക്കാം. ഓക്കെ, സോ ഈ ടോപ്പ് പോർഷൻ, ഇവിടെ ഈ പോർഷൻ നമുക്കിപ്പം വരയ്ക്കാനുള്ള പാരാമീറ്റേഴ്സും വാല്യൂസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഏതാണ്? k1, k2, k3 3 വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതല്ലേ k1 1/4, k2 1/2, k3 അല്ലെങ്കിൽ a3 of 3 ആണ് k3 1/3. ആ 3 വാല്യൂസും വെച്ച് നമുക്ക് ലാറ്റിസ് സ്ട്രക്ചർ വരയ്ക്കാം. 1/4, 1/2, 1/3. ഈ ഷേപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ആ പാരാമീറ്റേഴ്സ് k1, k2, k3 മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ലാറ്റിസിന്റെ പാർട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ വരയ്ക്കാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴത്തെ ഭാഗവും കൂടെ നമുക്ക് വരയ്ക്കണം. ഇത് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? C0, C1, C2, C3. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ നെക്സ്റ്റ് എയിം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. CM എന്നുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു. ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. CM = BM മൈനസ് ഇക്വേഷൻ എടുക്കുക. ഇതില് നമുക്ക് ആദ്യം വേണ്ടത് C0, C1, C2, C3 ആണ് അല്ലെ. അപ്പൊ C0 ആണെങ്കിൽ എന്ത് വരും? C0 ആണെങ്കിൽ എന്ത് വരും? B. ഇവിടെ എന്താ വരിക? BM എന്നുള്ളിടത്ത് C0 മീൻസ് M = 0 അല്ലേ. M = 0 ആണ്. അപ്പൊ M 0 ആയി. ഇവിടെ B0 വരും. മൈനസ് I = M + 1 to M. ഇവിടെ M എന്നുള്ളത് 0 ആണ്. അപ്പൊ I എവിടെ മുതൽ എവിടെ വേരി ചെയ്യും? M + 1 എന്ന് പറഞ്ഞാൽ 0 + 1, 1 മുതൽ ക്യാപിറ്റൽ M വരെ. ഇവിടെ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റേജസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ M = 3 വരെ. ഇവിടെ ഐയുടെ വാല്യൂ 1 to 3 വേരി ചെയ്യും. അപ്പൊ നമുക്ക് C0 എങ്ങനെ എഴുതാം? C0 = B0 മൈനസ് ഐയുടെ വാല്യൂ 1 to 3 CI AI I - M. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരിക. അപ്പോൾ
C1 ഇവിടെ ഐയുടെ വാല്യൂ 1 മുതൽ 3 വരെ കൊടുത്തോളൂ. അപ്പം C1 A1 ഓഫ് I മൈനസ് 1 I മൈനസ് M എന്ന് പറഞ്ഞാൽ ആദ്യം I 1 എടുക്കുമ്പോൾ 1 മൈനസ് I is equal to M 0 അല്ലേ. സോ 1 മൈനസ് 0 ദിസ് ഈസ് A1 ഓഫ് 1. ഇനി രണ്ടാമത്തെ ഐക്ക് 2 കൊടുത്തോളൂ. ഐക്ക് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? C2 A2 ഇവിടെ എന്ത് വരും? 2 മൈനസ് 0. സോ A2 ഓഫ് 2. ഇനി ഐക്ക് 3 കൊടുത്തോളൂ. C3 A3 3 മൈനസ് 0 A3 ഓഫ് 3. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. B0 നമുക്കറിയാം 1 ആണ്. C1 വേണം നമുക്ക്. C1 കണ്ടുപിടിക്കാം. C1 A1 ഓഫ് 1 അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C2 നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. A2 ഓഫ് 2 നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C3 അറിയത്തില്ല. A3 ഓഫ് 3 അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് C2 C3 C1 ആണ്. ഓക്കെ, അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഇപ്പം ഞാൻ മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ റിവേഴ്സ് ഓർഡറിൽ പോകുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ C3 C2 C1 എന്നുള്ള ഓർഡറിൽ പോവുക. ഇനി നമുക്ക് C1 കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഈ C0 ആണെങ്കിൽ അതിനകത്ത് C1 C2 C3 വേണം അല്ലെ. അപ്പൊ C1 കാണാനായിട്ട് എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ, നമ്മുടെ ഈ ജനറൽ ഇക്വേഷനിൽ എമ്മിന്റെ വാല്യൂ C1 കാണാനായി എമ്മിന്റെ വാല്യൂ 1 കൊടുക്കുക. എമ്മിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ BM എന്നുള്ളത് B1 ആയി. I എന്നുള്ളത് M+1 എത്രയാണ്? M 1 ആണെങ്കിൽ M+1 2 ആയി. ഹയസ്റ്റ് വാല്യൂ 3 ആണ്. 2 to 3 CI AI I മൈനസ് M. ഇനി ഇതേപോലെ ഈ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതാണ് C2 A2 ഓഫ് 1 പ്ലസ് C3 A3 ഓഫ് 2. അപ്പോൾ ഇവിടെ C2ന്റെ വാല്യൂ വേണം. C2ന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, അതവിടെ നിൽക്കട്ടെ. A2 ഓഫ് 1 അറിയാം, A3 ഓഫ് 1 അറിയാം. C3യുടെ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പൊ ഈ C2ന്റെ C3യുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എഗെയിൻ നമ്മൾ പോകുന്നത് C2ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. C2 മീൻസ് ഇവിടെ M2 ആണ്. അപ്പം B2 മൈനസ് 2 to 3 അല്ലേ. അപ്പോൾ M എത്രയാണ്? 2 plus 1 3. എമ്മിന് 3 എന്നുള്ള ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ C3 A3 ഓഫ് 1 എന്നുള്ള വാല്യൂ വന്നു. അപ്പൊ 2 മൈനസ് A3 ഓഫ് 1 നമുക്കറിയാം, ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ A3 ഓഫ് 1 ഈസ് ഈക്വൽ ടു 13/24 ആണ്. അതിൽ നിന്ന് നമുക്ക് C2 കിട്ടും. ദെൻ C2 കിട്ടിക്കഴിഞ്ഞാൽ C3 കണ്ടുപിടിക്കുക. C3 മീൻസ് B3 ഇവിടെ ലിമിറ്റ് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? M+1 എന്നുള്ളത് 4 വരും. അപ്പൊ ക്യാപിറ്റൽ MIക്ക് 4 എന്നുള്ളൊരു വാല്യൂ പോസിബിൾ അല്ല. എമ്മിന്റെ വാല്യൂ മാക്സിമം 3 വരെ പോകത്തുള്ളൂ. അപ്പം ഈ ടേം ഇൻവാലിഡ് ആണ്. അപ്പൊ നമ്മൾ C3 ഈസ് ഈക്വൽ ടു B3 എന്നുള്ള ഒരു ടേം മാത്രമേ വരത്തുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, സോ C3 C2 C1 C0. അപ്പൊ ഈ C3 C2 C1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂസ് ഒക്കെ ഇവിടെ C0 ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C1 C2 C3 ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് C0യുടെ വാല്യൂ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഈ സ്ട്രക്ചറിൽ ഇത് എഴുതി ചേർക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. C0 ഇവിടെ ആദ്യം എഴുതുക, പിന്നെ C0 ആദ്യം എഴുതുക, C1 C2 C3 ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. എനി ഡൗട്ട്സ്? ഇല്ലെങ്കിൽ ഞാൻ ഹോംവർക്ക് അസൈൻ ചെയ്യുന്നത് ചെയ്ത് തന്നെ സബ്മിറ്റ് ചെയ്യാം.